പതിപോലെ കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം അരിയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ പരിപ്പ് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പരിപ്പൊക്കെ വേഗം കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കുറച്ച് നേരം അത് കുതിർന്ന് കഴിഞ്ഞപ്പോൾ വേഗം പരിപ്പൊക്കെ കുക്കറിലിട്ടു. പരിപ്പും കായും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുക, വെറുതെ പച്ചക്കായം. പിന്നെ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവന്നപ്പോൾ പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. എന്താണെന്നൊന്നും നോക്കിയില്ല. അപ്പോൾ തരുമ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ചേട്ടൻ സാമ്പാറിലുള്ള കഷ്ണം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ 2-3 കയ്പക്കായ തന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ നുറുക്കിയിട്ടേ ഉപ്പിട്ടിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊണ്ടാട്ടം പോലെ വറക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം സാമ്പാറിലേക്കുള്ള കുമ്പളങ്ങയൊക്കെ നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് പോയത്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒന്ന് ചേച്ചിയുടെ മോളേനും ഉണ്ണീനെയൊക്കെ കണ്ടിട്ട് വേഗം പോകുന്നു. അപ്പോൾ ചേട്ടന് കടയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചേട്ടന് കടയെന്ന്. അപ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇത്തിരി ഇങ്ങനെ ചെറിയൊരു വാട്ടം വന്നിട്ടുള്ള പച്ചക്കറിയൊക്കെ എനിക്ക് തന്നയക്കാറുണ്ട്. ഒരു കവർ നിറച്ചുണ്ടാവാറുണ്ട്. ഇന്നാൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ പകുതി അമ്മയ്ക്ക് കൊടുത്തു, അത്രയും ഉണ്ടാവാറുണ്ട്. പിന്നെ മുരിങ്ങക്കായ തരാൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അവിടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മുരിങ്ങക്കായ ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ സാമ്പാറിലേക്കുള്ള കുമ്പളങ്ങയും പിന്നെ മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയൊക്കെ കൂടിയിട്ട് കഴുകി, തക്കാളി പിന്നെ വെണ്ടക്കായി ഞാൻ വേറെയാണ് വേവിച്ചത്. കുമ്പളങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് വേവിച്ചു. പരിപ്പ് മാത്രമാണ് ഞാൻ കുക്കറിൽ വേവിച്ചത്. എന്താണെന്ന് വെച്ചാൽ മുരിങ്ങക്കായ കുക്കറിലിട്ട് വേവിച്ചാൽ അതിങ്ങനെ വെന്തിട്ട് ഇങ്ങനെ എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യണത്. അത് കാരണം ഞാൻ വേറെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക പരിപ്പ്. എന്നിട്ട് ഞാൻ വേഗം പാലൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം കാപ്പിയും ആറ്റിയെടുത്തു. അപ്പോൾ കാപ്പിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇന്നലെ ചേച്ചിയുടെ അവിടെ പോയപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം കൂടുമ്പോൾ കാപ്പി കുടിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ആറ്റി വെച്ചതിന് ശേഷം വേഗം ഞാൻ വിജയശേട്ടന് ചൂട്ടോടക്കന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കൊടുത്തു. പിന്നെ ഇന്നലെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അടയും പുട്ടും ഉണ്ടാക്കിയത്. മണിക്കുട്ട അട കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്. പക്ഷേ ആൾ അട കഴിച്ച കാരണം പുട്ടൊക്കെ ബാക്കി വന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കാലത്ത് അതൊന്ന് വെറുതെ പൊടിച്ചിട്ട് ആവി കയറ്റിയെടുത്തു. അപ്പോൾ ഞാനത് കഴിക്കും, എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കളയാനുള്ളത് നമുക്കില്ലല്ലോ, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം കൈപ്പയ്ക്കൊക്കെ കഴുകിയിട്ട് അതൊന്ന് വെള്ളം വാരാനായിട്ട് വെച്ചിട്ട് വേഗം അതൊക്കെ നുറുക്കി അവിടെ മാറ്റി വെച്ചു. അതിന് ശേഷം മുരിങ്ങക്കായും പിന്നെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിൽ വേഗം മറ്റേ എന്താ പറയുക വെണ്ടക്കായും തക്കാളിയൊക്കെ നുറുക്കിയിടുകയാണ്. അപ്പോൾ വെണ്ടക്കായ കുറേ ഉണ്ടായിരുന്നു, ചെറിയ വെണ്ടക്കായ ആയിരുന്നു, അധികം മൂക്കാണ്ട് നല്ല വെണ്ടക്കായ ആയിരുന്നു. അപ്പോൾ ഞാനത് ഇത്തിരി അധികം നുറുക്കിയിട്ട്, എനിക്കിഷ്ടമാണ് സാമ്പാറിലത്തെ വെണ്ടക്കായ കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കയ്പയ്ക്കയിൽ കുറച്ച് ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി അതൊന്ന് വെള്ളം വാരാനായിട്ട് വെച്ചു. അതിലെ കയ്പ് വെള്ളം ഒന്ന് പോയിട്ട് ഞാനതൊന്ന് വെയിലത്ത് ഇങ്ങനെ വെറുതെ കിണ്ണത്തിൽ പരത്തി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പകൽ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം ഞാൻ മേശയമേ അങ്ങനെ അടച്ചു വെച്ചിട്ട് പോന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരം അത് ഒന്ന് വെറുതെ ഫാൻ്റെ ചോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പം നമുക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം ഉണക്കിയെടുക്കാനൊക്കെ പ്രയാസമല്ലേ. എന്നിട്ട് സാമ്പാറിലെല്ലാതും ആയി വന്നപ്പോൾ ഞാൻ കഷ്ണവും പരിപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒക്കെ ഒന്നിച്ച് കൂട്ടിയിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് തിളച്ച് വരുമ്പോഴേക്കും വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയപ്പോൾ പിന്നെ ചോറും വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് വാർത്തെടുക്കാമെന്ന് വിചാരിച്ചു. വിജയശേട്ടൻ ഇന്നോട്ട് പണിക്ക് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പനിയും കഫക്കെട്ടൊക്കെ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം സാമ്പാറിൽ കടുക് വറുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വാവച്ചി എണീറ്റിട്ടില്ല, അവളെന്നെ ഞാൻ ചീത്ത പറയായിരുന്നു. അവൾക്ക് ഇന്നലെ ഛർദിയൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, ഛർദിയും തലവേദനയൊക്കെ ആയിട്ട്. എനിക്ക് മൈഗ്രെയിൻ്റെ ആണെന്നാണ് തോന്നണത്. എന്താണെന്ന് വെച്ചാൽ ടീച്ചർ വിളിച്ചപ്പോഴേ എൻ്റെ അച്ഛൻ പോയിട്ട് കൊണ്ടുവന്നു, ഞാൻ ജോലിക്ക് പോകുന്നുല്ലോ, അപ്പോൾ അങ്ങനെ കൊണ്ടുപോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അത് കാരണം ഇന്നാൾ പോകണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പറ്റില്ല, സ്കൂളിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്നെ ആൾ ഉഷാറൊക്കെ ആയിട്ട് വേഗം എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ ആയി വന്നപ്പോൾ പിന്നെ ഞാൻ വേഗം ഉണക്കമാന്തളുണ്ടായിരുന്നു, ഇതും നല്ല ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെ ആണ്. അപ്പോൾ അങ്ങനെ ഉണക്കമാന്തൾ വറുക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറും ഉണക്കമാന്തളും മതിയല്ലോ, വേറെ പിന്നെ പ്രത്യേകിച്ച് ഉപ്പേരിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ ഉണക്കമാന്തളിൻ്റെ തൊലിയൊക്കെ ചീന്തി എടുത്തു. അപ്പോൾ ഞാൻ മീനിൻ്റെ കച്ചവടമൊക്കെ നിർത്തി വെച്ച് നോക്കുകയാണ്, എനിക്കെല്ലാം കൂടി പറ്റണില്ല, നേരമില്ല. അപ്പോൾ മീൻ എടുക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അത് കാരണം മീനിൻ്റെ പണിയൊക്കെ നിർത്തി വെച്ചു. അപ്പോൾ ഇന്നലെ ചേട്ടൻ മീൻ തരുമ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ മീനൊന്നും വിൽക്കണില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കൂടി നടക്കണില്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി പറ്റണില്ലേ. പിന്നെ മീൻ കൊണ്ടുവന്ന ഉണക്കമീനല്ലേ, നമുക്ക് കുറേ ദിവസം ഒന്നും അങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് വിറ്റ് തീർക്കണം. അപ്പോൾ ഞാൻ മണിക്കുട്ടനെ ചീത്ത പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലല്ലേ, ഇപ്പോഴും ഒരു ചൂട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ്. വീഡിയോ ഓണായത് ഞാൻ കണ്ടില്ല, പക്ഷേ പിന്നെ ഞാനത് അങ്ങനെ ഇട്ടു എന്ന് മാത്രം. അപ്പം അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് 10ാം ക്ലാസ്സിലായിട്ട് ഇപ്പോഴും പഠിക്കണം എന്നൊരു ചൂട് വന്നിട്ടില്ല, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പം അങ്ങനെ സാമ്പാറായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണക്കമാന്തളും വറുത്തു. പിന്നെ ഇന്നലെ ഇതുപോലെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന്
ഒരു പാക്കറ്റ് ദോശമാവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. സാമ്പാറല്ലേ വെച്ച് നോക്കണേ, അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേഗം ഉണക്കമാന്തളൊക്കെ ആയി വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. കയ്യിലൊന്നും എടുത്തില്ല, കത്തിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ടൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ചിലവർ ഇത് വറക്കുമ്പോൾ തന്നെ മിളകൊക്കെ തേക്കും, പക്ഷേ ഞാൻ ഇത് വറക്കുമ്പോൾ ഒന്നും മിളക് തേച്ചില്ല. ഞങ്ങളുടെ അമ്മ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ അത് കണ്ടിട്ടല്ലേ നമ്മളിതായി. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ദോശമാവും വേഗം കവറിൽ നിന്നൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം വേഗം ഞാൻ 2 പേർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് വേഗം ജോലിക്ക് പോകാനായിട്ട്. നേരത്തിരി വൈകിയിട്ടുണ്ട്. കാലത്ത് നേരത്തെയൊക്കെ എണീക്കും, പക്ഷേ തട്ടിമുട്ടിയൊക്കെ നിന്നിട്ടേ നേരമൊക്കെ പോവും. അപ്പോൾ ഇന്ന് കുളിയും കഴിഞ്ഞിട്ടില്ല. തിരുമ്പാനുണ്ടായിരുന്നു കുറച്ചധികം. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ കുറച്ച് മെഷീനിൽ കഴുകി, ബാക്കിയുള്ളത് യൂണിഫോമും കാര്യങ്ങളൊക്കെ കല്ലുമ്മ കഴുകി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ആയി വന്നപ്പോൾ 2-3 മണിക്കൂട്ടിന് ഭാവിച്ചിക്കും വിജയശേട്ടനുള്ള ദോശ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ വേഗം ദോശയൊക്കെ ആയി വന്നപ്പോൾ അതൊക്കെ മറിച്ചിട്ട് കൊടുത്തു. പിന്നെ വാങ്ങിച്ചിട്ടുള്ള ദോശമാവായ കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്ക് പോവാണ്. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.